അവയവക്കടത്ത് കേസ് പ്രതി സാബിത് നാസറിനെ വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങി പോലീസ്. റിമാൻഡിലായ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട നെടുമ്പാശ്ശേരി പോലീസ് അങ്കമാലി കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. 10 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. വിവരങ്ങളുമായി ഗായത്രി സത്യദേവ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഗായത്രി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഞ്ജന. ഗായത്രി, ഈ ഒരു അവയവക്കടത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകൾ ഇതിന് പിന്നിലുണ്ട് എന്ന വലിയ സംശയത്തിൽ തന്നെയാണ് പോലീസ് ഇന്ന് കോടതിയിൽ സാബിത്തിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോവുകയാണല്ലേ? തീർച്ചയായും അഞ്ജന, വലിയ രീതിയിലുള്ളൊരു അന്വേഷണം എന്തായാലും ഈ കേസിന് പിന്നാലെയുണ്ട്. വലിയ രാജ്യാന്തര ബന്ധങ്ങളുള്ള ഒരു വലിയ സംഭവ വികാസമായി, വലിയ വാർത്തയായി തന്നെ വേണം ഇതിനെ വായിച്ചെടുക്കുവാൻ. അത്തരത്തിൽ വളരെ പല രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു അന്താരാഷ്ട്ര ശൃംഖലയുടെ ഒരു ചെറിയ കണ്ണി മാത്രമാണ് എന്തായാലും കൊച്ചിയിൽ പിടിയിലായിരിക്കുന്നത് എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വിവരം. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എവിടേക്കാണ്, എങ്ങനെയൊക്കെയാണ് ഈ ഒരു മാഫിയ അല്ലെങ്കിൽ ഒരു കണ്ണി പടർന്നു കിടക്കുന്നത് എന്നറിയുവാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ഘട്ടം എന്ന നിലയിൽ, രണ്ടാം ഘട്ട അന്വേഷണം എന്ന നിലയിൽ ഇന്ന് കസ്റ്റഡിയിൽ ലഭിക്കുന്ന സാബിത് നാസറിൽ നിന്ന് വേണം ഇത്തരത്തിലുള്ള വിവരങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി. ഇന്ന് അങ്കമാലി കോടതിയാണ് ഈ കേസ് അല്ലെങ്കിൽ ഈ ഒരു കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. 10 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ 10 ദിവസത്തെ കസ്റ്റഡി ലഭിച്ച് ഇയാളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നാണ് ഈ കൂടുതൽ വിവരങ്ങൾ, ഈ ഒരു അവയവ മാഫിയയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, ഈ അവയവം നൽകിയ ദാതാക്കൾ അല്ലെങ്കിൽ ഇതിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബാക്കിയുള്ള ആളുകൾ എന്നിവരെയൊക്കെ കണ്ടെത്തുവാൻ വേണ്ടിയില്ല, അവരിലേക്കെല്ലാം എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഇയാളിൽ നിന്ന് ലഭിക്കുന്ന മൊഴികൾ തന്നെയാണ്. അതിനാൽ തന്നെ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം വിശദമായ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഈ കേസിൻ്റെ അടുത്ത ഘട്ട അന്വേഷണത്തിലേക്ക് തന്നെ കടക്കേണ്ടത്. എന്തായാലും ഈ കേസ് അന്വേഷണത്തിന് വേണ്ടി ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലൊരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. റൂറൽ SP വൈഭവ് സക്സേനയായിരിക്കും അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക. നമുക്കറിയാൻ സാധിക്കുന്ന വിവരമനുസരിച്ച് ഈ അവയവ ദാതാക്കളിൽ ഒരാളായ ബന്ധു നൽകിയ പരാതിയിൽ നിന്നാണ് ഇത്തരം ഒരു സാബിത് നാസറിലേക്ക് പോലീസ് എത്തിയത്. അയാൾ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയപ്പോൾ അറസ്റ്റ് ചെയ്തത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇയാൾ ഒരു പ്രാഥമിക ചോദ്യം ചെയ്യലിൽ 20 പേരുടെ വിവരങ്ങൾ മാത്രമാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, കൂടുതൽ മലയാളികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതൊക്കെ അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഈ ഓർഗൻ മാഫിയ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു എന്ന് കരുതുന്ന ഹൈദരാബാദ് കേന്ദ്രീകരിച്ചും ഈ വിർക്ക ദാനം നൽകിയ അല്ലെങ്കിൽ അവയവ കച്ചവടത്തിന് ഇരയായ ആളുകൾ ഉള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഉള്ള ആളുകളെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങളാണ് ശേഖരിക്കാൻ ഉള്ളത്. എന്തായാലും ഈ സാബിത് നാസർ എന്ന് പറയുന്ന ആൾ ഈ വലിയൊരു ശൃംഖലയുടെ, വലിയൊരു മാഫിയയുടെ താഴെത്തട്ടിലുള്ള ആൾ മാത്രമാണ് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതിൽ ഈ മുകൾ തട്ടിലുള്ള ആളുകൾ ആരാണെന്ന് ഇയാൾക്ക് പോലും അറിയാത്ത രീതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ശൃംഖലയാണ് ഇത് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ UN അംഗത്വമുള്ള രാജ്യങ്ങളിൽ അവയവ കച്ചവടം നിയമം മൂലം സാധൂകരിക്കുന്ന അല്ലെങ്കിൽ നിയമം മൂലം അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇറാനിലെത്തിച്ച് അവയവക്കടത്തില്ലെങ്കിൽ ഇൻഷുറൻസ് മാഫിയകളൊക്കെ ഏറ്റവും ഇറാനിൽ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള അവയവ കച്ചവടത്തിന് വേണ്ടി ഇറാനെ തിരഞ്ഞെടുക്കുന്നൊരു കാരണമായി മാറിയത് ഈ നിയമം മൂലം ഈ അവയവ കച്ചവടം അനുവദിക്കുന്ന ഒരു രാഷ്ട്രമായി ഇറാൻ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. 24 അവയവങ്ങൾ ഇത്തരത്തിൽ ഇറാനിൽ ഈ ഒരു നിയമം മൂലം കച്ചവടം ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒരു സാധ്യത നിലനിർത്തിയാണ് ഈ ഭൂഖണ്ഡത്തിൽ അല്ലെങ്കിൽ ഇറാനിലേക്ക് ആളുകളെ എത്തിച്ച് ഇത്തരത്തിലൊരു മാഫിയ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെറിയ തുക ഈ ദാതാക്കൾക്ക് നൽകി, ഇരകൾക്ക് നൽകി വലിയ പണം ഈ സ്വീകർത്താക്കളിൽ നിന്ന് വെട്ടിച്ചെടുക്കുന്ന രീതിയിൽ ഇത്തരത്തിലൊരു മാഫിയ പ്രവർത്തിക്കുന്നതിന് ഒരു കാരണമായി ഇറാൻ മാറിയത് അങ്ങനെയാണ്. എന്തായാലും NIA ഈ കേസ് ഏറ്റെടുത്തിട്ടില്ല. വരും ദിവസങ്ങളിൽ NIAയും ഈ കേസ് ഏറ്റെടുക്കും. ഒരു രാജ്യാന്തര ബന്ധം നിലനിൽക്കുന്ന കാരണം, ഇറാനിൽ ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെ കാരണം, അതുകൂടി കണക്കിലെടുത്തായിരിക്കും ഇതിൻ്റെ NIA അന്വേഷണം എന്തായാലും മുന്നോട്ട് പോവുക. നിലവിൽ സാബിത് നാസറിൻ്റെ കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം അയാളുടെ കൂടുതൽ മൊഴിയിൽ നിന്നാണ് ഇത്തരത്തിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാനുള്ളത്. ഒപ്പം തന്നെ ഇയാൾ വെളിപ്പെടുത്തിയ ഷമീർ എന്ന പാലക്കാട് സ്വദേശി, അയാളെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. ഇയാൾ നാട് വിട്ടിരിക്കും, 1 വർഷത്തിന് മുമ്പ് നാട് വിട്ടു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ ഓൺലൈൻ ചൂതാട്ടം വഴി പണം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ ഇയാൾ സ്വന്തം നൽകാൻ തയ്യാറായി വന്ന ഇത്തരത്തിൽ ഒരു കെണിയിൽ പെട്ടതെന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഹൈദരാബാദിൽ ഇതിൻ്റെ കേന്ദ്രം പ്രവർത്തിക്കുമ്പോൾ
കേന്ദ്രം പ്രവർത്തിക്കുമ്പോൾ ഹൈദരാബാദിലുള്ള ഒരു ഡോക്ടറെയാണ് കൂടുതൽ സംശയിക്കുന്നത്. അദ്ദേഹത്തിലേക്ക് കൂടുതൽ അന്വേഷണം നൽകുകയാണ്. നിലവിൽ എന്തായാലും ഇന്ന് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചതിന് ശേഷം, ഇയാളെ കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം വിശദമായ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഈ പറഞ്ഞ ആളുകളിലേക്കെല്ലാം അന്വേഷണം നീളേണ്ടതും അതിനനുസരിച്ച് ഈ ഒരു അന്വേഷണം വളരേണ്ടതും. ശരി ഗായത്രി, എന്തായാലും ഈ ഒരു അവയവക്കടത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു ചെറിയ കണ്ണി മാത്രമാണ് സാബിത്ത് എന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്.